ത്തിന്റെ ഭാഗമായ SDP നിൽക്കുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോൾ കോൺഗ്രസ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDF-ഉം ജമാഅത്തെ ഇസ്ലാമും ആണ് എന്നുള്ളതാണ്. അപ്പോ UDF എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിന്റെ അകത്തും വരും, ലീഗിന്റെ അകത്തും വരും. മുസ്ലിം ലീഗ് വർഗീയതക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് UDF-ന്റെ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഇതേവരെ എതിർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനും എതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഇതിന്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയ വോട്ടുകൾ നേടിയാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോട് കൂടിയാണ്. അത് തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ല, അന്നും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോൾ ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ അകത്തും ജമാഅത്തെ ഇസ്ലാമിയും SDP-യും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം.